അല്ല നിങ്ങൾ എന്താ പറഞ്ഞ മൂന്നാള് ഹലോ ഗായ്സ്, അസ്സലാമു അലൈക്കും. ഇന്നെന്തിനാ നമ്മള് വന്നിക്കണ്? ഇന്ന് ഒരു സ്പെഷ്യൽ ഉണ്ട്. എന്താന്ന് വിചാരിച്ചാല് ഇൻസ്റ്റയിലും മറ്റേതിലൊക്കെ വൈറലേനി ലാലേട്ടന്റെ എന്തോ ട്രെൻഡിങ് ഫുഡോ എന്തോ പറഞ്ഞിട്ടില്ലേ? പായം, ഐസ്ക്രീം, മറ്റേ ചക്കര വെള്ളം അങ്ങനെയൊക്കെ ആക്കിയിട്ട് ഞങ്ങൾ ഉണ്ടാക്കി വെക്കണം. ഇവിടെ ശ്വാസമൊക്കെ നല്ല ദമ്മില് കൂട്ടുണ്ട്. കൊറേ നേരം തിന്നാൻ കൊണ്ടാന്ന് പറയുന്നു. അപ്പൊ ഇന്നലെ ഉണ്ടാക്കണം വിചാരിച്ചു. ഇന്നലെ ഓരോ പരിപാടിയായിട്ട് പുറത്തു പോയതാണ്. അപ്പൊ ഞങ്ങൾ ഇന്ന് കുട്ടികളൊക്കെ സ്കൂൾ വിട്ട് ഒരാൾ നഴ്സറി വിട്ടിട്ട് വരുന്നുണ്ട്. മറ്റൊരു സ്കൂൾ വിട്ട് വരുമ്പത്തിന് ഉണ്ടാക്കി സെറ്റാക്കി വെക്കണം. അപ്പോഴേക്ക് നമുക്ക് തിന്നാൻ കൊടുക്കാം. ഉണ്ടാക്കല്ലേ? ഇന്ന് ഓരോ പരിപാടി തുടങ്ങിക്കോളി. ഓരോരുത്തർക്കും ഓരോ പണി. അതിനതാണ് കുറച്ച് ടാസ്കില് പണിയായിട്ട് തോന്നിയിരിക്കണത്. തേങ്ങ ഇതാക്കി വെച്ചിക്കണേ. ഇനി പായ എണ്ണ പാത്രത്തിൽ ഇടാണ്ട് ഒരാൾ തേങ്ങ തിന്നാന് നേക്ക് കൂടെ പോകുന്നുണ്ട്. ഇന്നിപ്പോ ഞാൻ ഈ സൈഡ് ഒരു മാന്തൽ നിങ്ങൾ കാണണ്ടോ? അവിടുത്തെ ഒരു തേങ്ങ ഫുള്ള് വാരി കൊണ്ടിരിക്കുന്നതാണ്. അതുപോലെ അതിന്റെ ചിരട്ടയിട്ട് എടുക്കുകയാണ്. പയം മറ്റേ ഞങ്ങൾ ഇവിടെ ഒളിപ്പിച്ച് വെച്ചതാണ്. ഒളിപ്പിച്ച് പൈക്കാൻ വെച്ചാട്ടോ. അപ്പം പായ എത്ര ഉണ്ട്? എത്ര ആണടി പായം? നമുക്ക് പായ തീർന്നെടുക്കാം, എന്നിട്ട് വെക്കാം. ഇവിടെ ജനസംഖ്യ കൂടുതലില്ലോണ്ട് അത്യാവശ്യം വേണ്ടി രസമുണ്ട് എല്ലാവരും അഭിപ്രായം. നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം. പിന്നെ എന്തുണ്ടാക്കിയാലും രസം വെച്ചാണല്ലോ പറയല്. അല്ല എല്ലാരും പറയില്ലേ. ഞങ്ങളിന്ന് കറക്റ്റ് റിവ്യൂ തരല്ലേ എന്താ അവസ്ഥന്ന് ശരിക്കും പറഞ്ഞുതരാം. നിങ്ങൾ ഉണ്ടാക്കണോ? ഐസ്ക്രീം വേസ്റ്റ് ആവോ, പയം വേസ്റ്റ് ആവോ, ചക്കര വേസ്റ്റ് ആവോ എന്ന് അറിയാലേ? ഉണ്ടാക്കി വെക്കാം. ആയിട്ട് പയം ഇവിടെ ഒരു 4 സെറ്റാക്കി വെച്ചിട്ട് അരിഞ്ഞിട്ട് എത്ര നോക്കാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് വേണമെങ്കിൽ എടുക്കാം. അപ്പൊ ഇത് ഒന്നാമത് നമ്മൾ ഓലൊക്കെ അരിയണേണ്ടത് എങ്ങനെ വിചാരിച്ചാൽ ഇങ്ങനെ എടുക്കുക. ഇത് നല്ല നീളത്തില് ഇങ്ങനെ അരിയണം. അല്ലടി അങ്ങനെ തന്നെയല്ലേ? കുറച്ച് കട്ടി നോട്ടെ, മറ്റേ കട്ടി വെക്കണ്ട. ഐസ്ക്രീമിൽ ടോപ്പ് തിന്നാനാണോ? നമ്മള് ഫസ്റ്റ് സ്റ്റെപ്പ് തേങ്ങയായി പായ ആയാല് ഒരുവിധം കംപ്ലീറ്റ് ഇത് കഴിഞ്ഞുല്ലടി. പണി ഒരുവിധം കഴിഞ്ഞു. പിന്നെ ചട്ടിയിലിട്ട് വേകാനാണ് പണി. തേങ്ങ മതിരി രണ്ടെണ്ണം തേങ്ങ ഇനി വേണോ നോക്കാം. തേങ്ങ ഉണ്ടായിക്കോട്ടെ. എന്നാ കുറച്ച് മഴ ഇട്ടോളൂ. തേങ്ങ കൊണ്ടുപോയതാണ്. തേങ്ങ ഉണ്ടമ്മ വേറെ രാവിലെ തന്ന് പോയതാണോ? തേങ്ങ വേറെ ഉണ്ടോ? ഒക്കെ തിന്നണ പായ എങ്ങനെ അരിഞ്ഞോണ്ട് നിൽക്കാണ്. ഗർഭിണിക്ക് നമ്മള് ക്യാമറപ്പാട് പിടിച്ചാൻ കൊടുത്തിട്ടില്ലെങ്കിലേ ശരിയാവില്ല. ഓളവിടെ പോയി കറക്കീനി. എന്റെ ഒരു കൂട്ടുകാരൻ വരുന്നുണ്ടല്ലോടാ, നമുക്ക് ഓനെയും കൊണ്ട് ടേസ്റ്റ് നോക്കിച്ചെന്ന. അപ്പൊ നമ്മള് ഇത് പായ ഇവിടെ റെഡി ആയിക്കണെങ്കിൽ നമുക്ക് ചട്ടി ചൂടാവട്ടെ. എന്നിട്ട് നമുക്ക് നെയ്യ് വാടാം. അതിന് നെയ്യ് നല്ല വേണല്ലേ? ചക്കര ഇതാക്കണം, വേപ്പിക്കണം, ഒന്ന് പൊടിക്കണം. ഇവിടെ നമ്മൾ ചക്കര ഒരുക്കല്ലേ വെള്ളം ഉണ്ടാകും. ചക്കര വെള്ളമാണോ? എത്ര വെള്ളമാണ്ടല്ലോ? ഉള്ളിക്കൂടെ കാണിച്ചോ? അതിന് ഈശ്വരി വിട്ട് വന്നൂലേ? എന്താ പഠിപ്പിച്ചത്? നല്ലൊന്നും വേണ്ട, മതി. ഞാൻ എന്തൊരു സ്പൂൺ കൊണ്ടുവന്നു. ആ സ്പൂണായിട്ട് അളക്കാം. ഇത് ചട്ടി ചൂടായിട്ടോ. ഇതിന്റെ കാര്യം നമ്മള് മറന്നേ. ഇനി നമ്മള് നെയ്യ് വാരാം. നെയ്യാണ് ഇതിന് വേണ്ടോ? ഇടല്ലേ? പയം ഓരോന്നായി ഇടാ ചൂടായിട്ട്. നെയ്യമ്മയാണത് ഭക്ഷണം നല്ല ലാലേട്ടൻ പറഞ്ഞു കേട്ടോ. ലാലേട്ടനൊക്കെ ഇതിന്റെ ആളാ. ലാലേട്ടനാണത് ഫേമസ് ആക്കിയത്. അങ്ങനെ നമ്മള് നെയ്യ് ഏകദേശം എന്തുണ്ടാക്കണോ എന്നാ ലാലേട്ടന്റെ ഫുഡ് എന്നാ നെയ്യ് ഇങ്ങോട്ട് ചെരിച്ചാണ്. അതിന്റെ ചെരിവുണ്ട് കേട്ടോ. ഇങ്ങോട്ട് നെയ്യില്ലോടത്തൊക്കെ ആക്കി പായം പോണോളൂ. ചിന്തിന്റെ ഇതിന്റെ മണം പറ്റുമോ? പറ്റണ വല്ല ഇവിടെ ഇരിക്കും. കഴിഞ്ഞാ പോകും.
ക്യാമറമാൻ കുറച്ച് കഴിഞ്ഞാൽ പോണതാണ്. അപ്പൊ നമ്മളതിനെ അഡ്ജസ്റ്റ് ചെയ്യണം തോന്നുന്നുണ്ട്. മറ്റിയിലൊന്ന് ഇതാക്കല്ലേ പൊരിച്ചല്ലേ മറ്റേ ചട്ടിയിലും. മറ്റോലും വരാൻ നേരായില്ലേ. പിന്നെ ഇവിടെ അടിയകാരം അങ്ങനെ നമ്മള് ഇതിട്ടിക്കണേ. നമ്മള് ചക്കര ഇതാക്കിയിട്ട് മറ്റേ ചട്ടിയുംപാട് ഇവിടെ വെച്ചിട്ട് ബാക്കി ഇത്ര ബാലൻസ് പായ ഉണ്ടാവും പാടെ ഇടാണ്ട്. അപ്പൊ നമുക്ക് ഇവിടെ ചക്കര ഒന്ന് അരിയിപ്പിക്കട്ടെ. ഇതെന്താ നമ്മള് പയം വാട്ടൂലേ, ആ കറുത്ത കളറാവൂലേ, ആ കറുത്ത കളറായിട്ട് കുറച്ച് തേങ്ങ ഇടുക. എന്നിട്ട് ലാസ്റ്റ് ആണ് ഇത് ഇതായി ഇങ്ങനെ വരണം ചക്കര. ആട്ടോ കുട്ടികള് തിന്നക്കാരം. ഐസ്ക്രീം അല്ലേ മേലെ വരുന്നത്. നമുക്കറിയില്ല ഇത് എങ്ങനെ വരികയാണ്. അപ്പുറത്ത് പായ ആയോണ്ടിട്ടുണ്ട് കണ്ടു. ഈ ചക്കര ഒന്നായിട്ട് വേണം ഇതൊന്ന് മാറ്റി വെച്ചിട്ട് നമുക്ക് മറ്റേ ഒന്ന് വെക്കാം. കാക്കാന്റെ കൂട്ടുകാരൻ അവിടെ വന്നിക്കണ്. നമുക്ക് ആ കാക്ക ഇതായിട്ട് പോവുകയാണെങ്കിൽ നമുക്ക് ഓനോടുമ്പാട് റെസിപ്പി ഓനമ്പാടെ കൊടുക്കാം. ലാലേട്ടൻ പറഞ്ഞത് സത്യമോ അതൊന്നോണയോ? ലാലേട്ടൻ വന്നൊക്കെ എടുക്കാച്ച സാധനമാണ്. അപ്പൊ നമുക്ക് ട്രൈ ചെയ്ത് നോക്കണ്ടേ. ഷെഫീഖ് കൊറേ ആയി. ചെറിയാപ്പില്ല ടൈമില് ചെറിയാപ്പ് കണ്ട പിരാഗി കൊല്ലും നമ്മളെ. വേറെ കാര്യം. അപ്പൊ നമുക്ക് ഏതായാലും സാഹചര്യം ഓരോന്നും ഉണ്ടാക്കാൻ ഓരോ ടൈമല്ല. അപ്പൊ പഴം ഇതായിട്ട് ഞങ്ങൾ ഏകദേശം കാട്ടിത്തരാം. മറ്റേ ചട്ടിന്ന് വെക്കാണ്ട് പഴം ഏകദേശം ആയോണ്ടൊക്കെണ്ട്. ചക്കര ഇവിടെ സിമ്മിലിട്ടിരിക്കണം കേട്ടോ. അപ്പൊ അതങ്ങനെ ചെറുങ്ങനെ ആവട്ടെ. പഴേ ഇനി കുറച്ച് തേങ്ങ ഇതറിക്കോളിട്ടമ്മ. തേങ്ങ വെന്തോട്ടെ, തേങ്ങ ഇട്ടോളി. അപ്പൊ നമ്മള് ലേശ തേങ്ങ ഇടുകയാണ്. തേങ്ങ ഇടുകയാണ്. മറ്റേക്ക് ബാക്കി കണക്കാക്കിട്ടേ ഇനി ഒരു ട്രിപ്പല്ലേ ഉള്ളൂ. എനിക്ക് അത്ര വായ ഒന്നും പാടെ വാരിക്കോളി, ഒരു കുടിയും പാടെ വാരിക്കോളി. കുറച്ചും പാടെ കൊളാവാണെങ്കിൽ തേങ്ങയിലും തേച്ചോക്കി തിന്നേ. അങ്ങനെ ഇതിപ്പോ ഞാവട്ടെ. ഇനി നമുക്ക് സിമ്മിലിടാം. കാരണം ഇവിടെ ചക്കര ഒന്നും ആവാണ്ട്. കാണാൻ നല്ല രസമല്ലേ. രസമുണ്ടെങ്കിൽ ഞങ്ങള് സത്യം മതിയിട്ട് എല്ലാരും ഉണ്ടാക്കി നോക്കണം എന്ന് പറയും. കാരണം അത്യാവശ്യം പൈസ ചെലവില്ല സാധനം. ഏലക്കായ പൊടിച്ച് വെച്ചേക്കണ്. ആ ഏലക്കായ ഒന്നും ഇതല്ലേ. നമ്മള് 2 ഏലക്കായ ചതച്ചിട്ടിക്കണ്. ഏലക്ക പൊടിയില്ല കേട്ടോ, ഏലക്കായ ഇട്ടിക്കണം. ഇനി ചക്കര വെള്ളം പറഞ്ഞ പഴം ഏകദേശം ഇവിടെ അയക്കണ്. ചക്കര ഏകദേശം ചക്കര അയക്കണം. ഒന്നും പാടെ കുടുക്കി കഴിഞ്ഞാൽ ഓഫാക്കണം. അത് ചൂടോടെ പാഴാനാണ്. അപ്പൊ ഇതെന്താ കഥ നോക്കട്ടെ. എന്താ ഉണ്ടാക്കണേ? ഐസ്ക്രീമോ? ചില പഴയൊന്നും ആയിട്ടില്ല, ചില പഴയൊക്കെ കറക്കാണ്ട്. നമുക്ക് ഈ പഴം ഒന്നും പാടെ കളറ് മാറുപോലെ നമുക്ക് കാത്തിക്കാം. അതുണ്ടാവും. ഇതായില്ലേ. അങ്ങനെ നമ്മള് പഴം ഏകദേശം സെറ്റ് അയക്കണേ. അങ്ങനെ നമ്മൾ ചക്കര പാതിയാണ്. പിന്നെ കണക്കൊക്കെ റെഡി മതി. മധുരം മതി. ഐസ്ക്രീമിന്റെ മധുരം അല്ലേ. ഇനി നമുക്ക് നന്നായിട്ട് ഇളക്കട്ടോ. അങ്ങനെ നമ്മള് തീ ഓഫ് ആക്കുകയാണ്. കണ്ടാ കരിഞ്ഞു തോന്നുന്നു. കരിഞ്ഞതല്ല കേട്ടോ, ശർക്കര നല്ല കറുത്ത കളറാണ്. എന്നിട്ട് ടേസ്റ്റ് പറയും. ചക്കരയൊക്കെ കൈ മുട്ടി ഒട്ടിയ മാതിരി ഉണ്ടാവും കേട്ടോ. ഏകദേശം ഫൈനൽ ലുക്ക് എന്ന് പറയുന്നത് ഇതാണ്. ഇനി നമുക്ക് ഐസ്ക്രീം എടുത്തോണ്ടത് അല്ലേ. ഇതൊക്കാം ഇതാണ്. ഇതെന്ത് പയല്ലെങ്കിൽ ഐസ്ക്രീം വേണം. അത് നമുക്ക് സ്കൂപ്പ് 2 സ്കൂപ്പ് ചാടില്ലടി. ഐസ്ക്രീമിനേക്ക് വെക്കാൻ താല്പര്യമില്ല.
മതില്ലേ? അപ്പൊ നമുക്ക് ഇരിക്കുമ്പോ നമുക്ക് ടേസ്റ്റ് നോക്കാം. അപ്പൊ ഞങ്ങള് ചൂടുണ്ട് പൊടി ടേസ്റ്റ് നോക്കാണ്. നല്ല തണുത്തുകൊണ്ട് രസം എന്ന് പറയാന് നെയ്യ് വാട്ടിയ പായത്തിന്റെ ഒപ്പം പായം തിന്നിട്ട് ഒരു ഐസ്ക്രീം തിന്ന്. സത്യം നമ്മളെ നെയ്യപ്പോ ഉണ്ണിയപ്പോ അങ്ങനത്തെ തിന്നണ രസമൊന്നുമില്ല. ഇങ്ങനെ രസം. തണുപ്പ് വേറെ സ്ഥലത്ത് കൂടെ പോവാ, ചൂട് വേറെ. നോക്കിമ്മ രസമുണ്ടോ? രസമല്ലേ? രസമുണ്ട്. അപ്പൊ കജ്ജ് പൊള്ളിയാല് നേരെ ഐസ്ക്രീമിൽ മുക്ക്. ഷെഫീക്കേ ഷെഫീക്കേ ഇവിടെ വാപ്പ പോകാ. വണ്ടി വാ. അതിന്റെ തിന്നാ എങ്ങനെയുണ്ട് ടേസ്റ്റ് നോക്കും. തിന്നോക്കാതുവാ തിന്നേ. ഐസ്ക്രീമാണ്. എങ്ങനെയുണ്ട്? എങ്ങനെയുണ്ട്? അങ്ങനെ രസല്ലേ? ഐസ്ക്രീം ഉണ്ടായോണ്ട് രസം. അതിന്റെ ടേസ്റ്റ് ആയിട്ട് തോന്നുന്നു. മറ്റതെന്താ പറയാ, നെയ്യില് പായൊക്കെ വാട്ടിന്റെ ആ തേങ്ങിട്ട് ആ ടേസ്റ്റ് തന്നെ ഉള്ളു. രണ്ടും വേറെ വേറെ തിന്നണക്കാരും നല്ലത്. രണ്ടും ഇങ്ങനെ ഇടക്കാരായി തിന്നണമെന്ന് തോന്നില്ല. ഇനിയാണോ? അല്ല, നിങ്ങളിപ്പോ എന്താ ഫ്രിഡ്ജിന് മൂന്നാ അങ്ങനെ നമ്മള് കാക്കാനെ രണ്ട് കൂട്ടുകാരന്മാര് ടെസ്റ്റിങ്ങിന് വന്നിരുന്നു. കൊടുക്കാം അങ്ങോട്ട്. എന്തെങ്കിലും മടിച്ചിക്കണ വരി. സാരി വന്നില്ല. നല്ല അഭിപ്രായം പറയണം. കൊറച്ച് കരിഞ്ഞിക്കണം. ആരോടും പറയണ്ട. ലാലേട്ടന്റെ സ്പെഷ്യലാണ്. ചൂടാറുമ്പത്തി തിന്നണം, അല്ലെങ്കിൽ അതിന്റെ രസം കിട്ടും. പായെടുത്ത് തിന്നണം. അപ്പഴതിന്റെ തിന്നോട്ടെ. തിന്നിട്ടല്ലേ ഇങ്ങോട്ട് കിട്ടുന്നില്ല. പായം കിട്ടുന്നില്ല. അങ്ങനെ കുട്ടികള് ഇവിടെ ലാലേട്ടന്റെ സ്പെഷ്യലാണോ തിന്നിട്ട് അഭിപ്രായം പറ. ഇവിടെ ഇരിക്ക്. എങ്ങനെയുണ്ട് അഭിപ്രായം പറട്ടോ. കാര്യം പറ. രസമുണ്ടോ? രസമുണ്ടോ? ഇതുവാ ഈറ്റങ്ങൾക്കൊക്കെ നല്ലോണം പറ്റിയടി. ഇവിടെ ഇരിക്ക്. രസമുണ്ടോ? കാര്യം പറയണ്ടെങ്കിൽ ഉണ്ട് അറി പോലെ തിന്നട്ടെ. ഷെഫീഖിന്റെ പ്ലേറ്റിൽ എന്തോക്കെ ഷെഫീക്ക് എന്താടാ ലാലേട്ടനെ പ്രണയിച്ചവൻ. രസമുണ്ടോ? എത്ര അറിയാല്ലേ? വേറെ വേറെ തിന്നാണെങ്കിൽ അതൊക്കെ അതെല്ലാവർക്കും നല്ലത് അല്ലേ? ഐസ്ക്രീം ഒറ്റക്ക് തിന്ന് അല്ലെങ്കിൽ പയം വാട്ടിയ തിന്ന. കുട്ടികൾക്ക് പറ്റിയേക്കണ്. ഞങ്ങള് തിന്നട്ടെ.